മമതയും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള പോര് മൂന്നാം ദിവസത്തിലേക്ക്. അനധികൃത സ്വത്ത് സമ്പാദിച്ച കേസിൽ പശ്ചിമബംഗാൾ പോലീസ് സമൻസ് അയച്ച സിബിഐ ജോയിന്റ് ഡയറക്ടർ ദില്ലിയിൽ രക്ഷ തേടിയെത്തി. മമതാ സർക്കാരിനെതിരെ സിബിഐ നൽകിയ ഹർജിയിൽ ഇന്ന് സുപ്രീം കോടതി വാദം കേൾക്കും. പാർലമെന്റിന്റെ ഇരുസഭകളും വിഷയമുന്നയിച്ച് പ്രതിഷേധിക്കാൻ പ്രതിപക്ഷവും തീരുമാനിച്ചു. കേന്ദ്ര സർക്കാരിനെതിരെ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ആരംഭിച്ച സത്യാഗ്രഹ സമരം മൂന്നാം ദിവസത്തിലേക്ക് കടക്കുന്നു. വെള്ളിയാഴ്ച വരെ സത്യാഗ്രഹം കൊണ്ടുപോകാനാണ് മമതയുടെ തീരുമാനം. തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാനത്തുടനീളം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിക്കുന്നു. കൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിനെ ചിട്ടിതട്ടിപ്പ് കേസിൽ സിബിഐ ചോദ്യം ചെയ്യാൻ നടത്തിയ നീക്കത്തിനെതിരെ കൽക്കത്തയിലുള്ള സിബിഐ ജോയിന്റ് ഡയറക്ടർക്കെതിരെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ പശ്ചിമബംഗാൾ പോലീസ് കേസെടുത്തിരുന്നു. ഇദ്ദേഹം ഇന്നലെ രാത്രിയോടെ കൽക്കത്ത വിട്ട് ദില്ലിയിലെത്തി. സംസ്ഥാനത്തെ സംഭവവികാസങ്ങളെക്കുറിച്ച് ഗവർണർ നൽകിയ രഹസ്യ റിപ്പോർട്ടിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇന്ന് തീരുമാനമെടുക്കും. അന്വേഷണത്തിനായെത്തിയ സിബിഐ ഉദ്യോഗസ്ഥരെ തടഞ്ഞ മമതാ സർക്കാരിന്റെ നടപടിക്കെതിരെ സിബിഐ സമർപ്പിച്ച ഹർജിയിൽ ഇന്ന് സുപ്രീം കോടതി വിശദമായ വാദം കേൾക്കുന്നുണ്ട്. ചിട്ടിതട്ടിപ്പിലെ ഇലക്ട്രോണിക് തെളിവുകൾ കൊൽക്കത്ത പോലീസ് കമ്മീഷണർ നശിപ്പിച്ചുവെന്നാണ് സിബിഐ ആരോപണം. ഇക്കാര്യത്തിൽ സിബിഐ ഇന്ന് സുപ്രീം കോടതിയിൽ തെളിവുകൾ ഹാജരാക്കണം. തെളിവുകളുടെ അഭാവം ഇന്നലെ സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു എന്ന് തെളിഞ്ഞാൽ കമ്മീഷണർക്ക് സുപ്രീം കോടതിയിൽ നിന്നും കടുത്ത നടപടികൾ നേരിടേണ്ടി വരും. അതേസമയം പാർലമെന്റിന്റെ ഇരുസഭകളിലും ബംഗാൾ വിഷയം ഉയർത്താനാണ് പ്രതിപക്ഷ തീരുമാനം. എൻഡിഎക്കൊപ്പം നിന്ന ബിജു ജനതാദളിന്റെ ബിജെഡി, ശിവസേന അടക്കമുള്ളവരും മമതയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തിയത് കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നു. രാജ്യസഭയും ലോക്സഭയും ഒരുപോലെ സ്തംഭിപ്പിച്ചതിനാൽ ബഡ്ജറ്റ് ചർച്ച പോലും പൂർത്തിയാക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയാതെ വരും. ന്യൂസ് ബ്യൂറോ, ദില്ലി. ശബരിമല പുനഃപരിശോധനാ ഹർജികൾ നാളെ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കും. 55 പുനഃപരിശോധനാ ഹർജികളാണ് സുപ്രീം കോടതിക്ക് മുമ്പിൽ വരുന്നത്. റിട്ട് ഹർജികൾ നാളെ പരിഗണിക്കില്ല. സെപ്റ്റംബർ 28-നാണ് ശബരിമലയിൽ പ്രായഭേദമന്യേ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ച് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചത്. ഇതിനെതിരെ വന്ന 55 പുനഃപരിശോധനാ ഹർജികൾ നാളെ തുറന്ന കോടതിയിൽ പരിഗണിക്കും. രാവിലെ 10:30 ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായി ജസ്റ്റിസുമാരായ RF നരിമാൻ, AM ഖാൻവിൽക്കർ, DY ചന്ദ്രചൂഡ്, ഇന്ദു മൽഹോത്ര എന്നിവർ അംഗങ്ങളായ ഭരണഘടനാ ബെഞ്ചാണ് കേസ് കേൾക്കുക. ജനുവരി 22-ന് കേസ് പരിഗണിക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നെങ്കിലും ഇന്ദു മൽഹോത്ര അവധിയായതിനാൽ മാറ്റിവെക്കുകയായിരുന്നു. 4 റിട്ട് ഹർജികളും കോടതിക്ക് മുമ്പിലുണ്ട്. പക്ഷേ പുനഃപരിശോധനാ ഹർജികളിൽ തീരുമാനമായ ശേഷമേ അതിലേക്ക് കടക്കൂ. ശബരിമല സ്ത്രീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന വിവിധ കേസുകൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷക സമിതിക്കെതിരെയും ഹർജിയുണ്ട്. ഇവ നാളത്തെ തീരുമാനത്തിന് ശേഷമായിരിക്കും കോടതി പരിഗണിക്കുക. ശബരിമല തന്ത്രി, NSS, പന്തളം കൊട്ടാരം തുടങ്ങിയവരൊക്കെയാണ് പുനഃപരിശോധന ഹർജികൾ നൽകിയിരിക്കുന്നത്. ഹർജികളിലെ മെരിറ്റിലേക്ക് അടക്കുക എന്നതിനപ്പുറം പരിഗണിക്കണമോ വേണ്ടയോ എന്നതായിരിക്കും പ്രധാനമായും കോടതി പരിശോധിക്കുന്നത്. അതിനുശേഷം മാത്രമേ വിശദമായ വാദത്തിലേക്ക് കടക്കൂ. ന്യൂസ് ബ്യൂറോ, ദില്ലി. മലപ്പുറം പെരിന്തൽമണ്ണയിൽ ഭർത്താവിന്റെ വീട്ടിലേക്ക് പ്രവേശനം നിഷേധിച്ച സംഭവം ചൂണ്ടിക്കാട്ടി കനകദുർഗ നൽകിയ അപേക്ഷയിൽ ഇന്ന് വിധി പറയും. പുലാമന്തോൾ ഗ്രാമന്യായാലയമാണ് വിധി പറയുക. ശബരിമല ദർശനം നടത്തിയ കനകദുർഗയെ വീട്ടിൽ കയറ്റില്ലെന്ന നിലപാടിലാണ് ഭർത്തൃ വീട്ടുകാർ. ഈ സാഹചര്യത്തിൽ ഭർത്താവിനും തനിക്കും കൌൺസിലിംഗ് നടത്തണമെന്നും കനകദുർഗ ആവശ്യപ്പെടുന്നു. നിലവിൽ പെരിന്തൽമണ്ണയിലെ സർക്കാർ ആശ്രയ കേന്ദ്രത്തിലാണ് കനകദുർഗ താമസിക്കുന്നത്. പോലീസ് സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കുന്നതിൽ തെറ്റില്ലെന്ന് പറയാതെ പറഞ്ഞ് തന്ത്രി കണ്ഠരര് രാജീവർ, യുവതികൾ പ്രവേശിച്ചതിനല്ല ദേവചൈതന്യത്തിന് കളങ്കം വന്നതിനാലാണ് ശുദ്ധിക്രിയ നടത്തിയത്. കോടതി വിധിക്ക് എതിരല്ല ശുദ്ധിക്രിയയെന്നും നട തുറക്കുമ്പോൾ ശുദ്ധിക്രിയ നടത്താൻ നേരത്തെ തീരുമാനിച്ചിരുന്നതായും തന്ത്രി ദേവസ്വം കമ്മീഷണർക്ക് നൽകിയ വിശദീകരണ കുറിപ്പിലാണ് തന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ശുദ്ധിക്രിയ നടത്തിയത് ആചാരപരമായി ശരിയെന്ന തന്ത്രി കണ്ഠരര് രാജീവര. യുവതികൾ പ്രവേശിച്ചതിനല്ല ദേവചൈതന്യത്തിന് കളങ്കം വന്നതിനാലാണ് ശുദ്ധിക്രിയ നടത്തിയത്. മണ്ഡല മകരവിളക്കുത്സവത്തിന് നട തുറക്കുമ്പോൾ തന്നെ ശുദ്ധിക്രിയ നടത്താൻ നേരത്തെ തീരുമാനിച്ചിരുന്നതായും ശുദ്ധിക്രിയയ്ക്ക് മുമ്പായി ദേവസ്വം അധികാരികളെ അറിയിച്ചിരുന്നതായും തന്ത്രി വ്യക്തമാക്കുന്നു. ദേവസ്വം ബോർഡ് കമ്മീഷണർക്ക് നൽകിയ വിശദീകരണ കത്തിലാണ് തന്ത്രി ഇക്കാര്യം വ്യക്തമായി പറയുന്നത്. തന്ത്രിയുടെ വിശദീകരണം ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് ചേരുന്ന ദേവസ്വം ബോർഡ് യോഗം ചർച്ച ചെയ്യും. സുപ്രീം കോടതി വിധി ലംഘിച്ച് ശുദ്ധിക്രിയ നടത്തിയ തന്ത്രി താൻ നടത്തിയത് കോടതിയെ ലക്ഷ്യമല്ലെന്നും ആചാരപരമാണെന്നുമുള്ള വാദവുമായാണ് രംഗത്തെത്തിയിരിക്കുന്നത്. തന്ത്രിയുടെ ഈ നീക്കം കോടതി നടപടി ഭയന്നാണ് എന്നത് വ്യക്തമാണ്.
ഈ മണ്ഡലകാലത്ത് 2 യുവതികൾ ദർശനം നടത്തിയതിന് പിന്നാലെയാണ് തന്ത്രി നടയടച്ച് ശുദ്ധിക്രിയ നടത്തിയത്. എന്നാൽ ദേവസ്വം ബോർഡ് തന്ത്രിയുടെ നടപടിക്കെതിരെ വിശദീകരണം ചോദിച്ചിരുന്നു. 15 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നാണ് ബോർഡ് ആവശ്യപ്പെട്ടതെങ്കിലും തന്ത്രി ദിവസം നീട്ടിച്ചോദിക്കുകയായിരുന്നു. യുവതികൾ പ്രവേശിച്ചതിനല്ല ശുദ്ധിക്രിയയെന്ന തന്ത്രി കണ്ഠരര് രാജീവരുടെ വിശദീകരണം ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കുന്നതിൽ തെറ്റില്ലെന്നുള്ള അഭിപ്രായമായി കൂടി കണക്കാക്കാം. റിനു ശ്രീധർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മൂന്നാർ റെസ്റ്റ് ഹൌസും 2 ഏക്കർ ഭൂമിയും അനധികൃതമായി നിർമ്മിച്ച ഷോപ്പിംഗ് കോംപ്ലക്സും സർക്കാരിന് കൈമാറാൻ ഹൈക്കോടതി ഉത്തരവ്. മലയാളം ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് പാട്ടക്കരാർ ലംഘിച്ചുവെന്ന സർക്കാർ വാദം അംഗീകരിച്ചാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. നഷ്ടപരിഹാരമായി സർക്കാരിന് 3 കോടിയോളം രൂപ ജൂൺ 20-നകം നൽകാനും ഹൈക്കോടതി ഉത്തരവിട്ടു. 2002-ലാണ് പൊതുമരാമത്ത് വകുപ്പ് 30 വർഷത്തെ പാട്ട വ്യവസ്ഥയിൽ മലയാളം ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന് റെസ്റ്റ് ഹൌസ് കൈമാറിയത്. പ്രതിവർഷം 67 ലക്ഷം രൂപയായിരുന്നു പാട്ടം നൽകേണ്ടത്. എന്നാൽ റെസ്റ്റ് ഹൌസ് നിൽക്കുന്ന സ്ഥലത്ത് കമ്പനി അനധികൃതമായി ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിച്ചതായി കണ്ടെത്തി. പാട്ടകരാർ ലംഘിച്ചതിനാൽ 2011 തന്നെ സർക്കാർ കമ്പനിയുമായുള്ള കരാർ റദ്ദാക്കുകയായിരുന്നു. ഇതിനെതിരെ 125 കോടി രൂപ നഷ്ടപരിഹാരമടക്കം ആവശ്യപ്പെട്ട് കമ്പനി സർക്കാരിനെതിരെ ആർബിട്രേഷൻ കേസ് ഫയൽ ചെയ്തു. ജസ്റ്റിസ് KA നായർ ചെയർമാനായ ആർബിട്രേഷൻ ട്രൈബ്യൂണൽ കമ്പനിയുടെ ഹർജി തള്ളുകയും സർക്കാരിന് 3 കോടി രൂപ നഷ്ടപരിഹാരം നൽകാനും വിധിച്ചു. ഈ വിധിയെ ചോദ്യം ചെയ്താണ് മലയാളം ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഹൈക്കോടതിയെ സമീപിച്ചത്. കമ്പനിയുടെ വാദം തള്ളിയ ഹൈക്കോടതി റെസ്റ്റ് ഹൌസും സ്ഥലവും സർക്കാരിന് കൈമാറാനും നിർദ്ദേശിക്കുകയായിരുന്നു. സർക്കാരിന് വേണ്ടി സീനിയർ ഗവൺമെന്റ് ലീഡർ KV അനിൽകുമാറാണ് ഹാജരായത്. നഷ്ടപരിഹാര തുകയ്ക്ക് പലിശ ഇളവ് ചെയ്യണമെന്ന കമ്പനിയുടെ ആവശ്യം സർക്കാർ പരിഗണിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പൊന്നാനിപ്പേടിയിൽ മുസ്ലിം ലീഗ് മണ്ഡലം പിടിക്കാൻ LDF കളത്തിലിറങ്ങിയതോടെ മറുതന്ത്രങ്ങൾ തേടുകയാണ് മുസ്ലിം ലീഗും UDF-ഉം. ഇടിയെ തുടർന്ന് പരീക്ഷിക്കുന്നത് അപകടമാകുന്ന കണക്കുകൂട്ടലാണ് ലീഗ് നേതൃത്വം. 2009 ET മുഹമ്മദ് ബഷീർ വിജയിച്ചത് 82,684 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു. എന്നാൽ 2014 ഇത് 25,410 വോട്ടായി കുറഞ്ഞു. തുടർന്നെത്തിയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും പിന്നോട്ട്. ചരിത്രത്തിൽ ആദ്യമായി താനൂർ കൈവിടുകയും ചെയ്തു. കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചുപോയി തുടങ്ങിയത് ലീഗ് നേതൃത്വത്തെ അസ്വസ്ഥമാക്കി. മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊന്നായ പൊന്നാനി ഇപ്രാവശ്യം കേരളത്തിലെ ഏറ്റവും ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലമായിരിക്കും എന്നുള്ള ഒരു സംശയം വേണ്ട. കാരണം കഴിഞ്ഞ വർഷം തന്നെ വളരെ കീനായ ഒരു ബാറ്റിൽ നടന്ന മണ്ഡലമാണ് പൊന്നാനി. LDF-നെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പ്രതീക്ഷയും UDF-നെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന് പ്രത്യേകിച്ച് അഭിമാനത്തിൻ്റെയും ഒരു വിഷയമാണ് പൊന്നാനി. ഈട്ടിയെ തുടർന്നും പൊന്നാനിയിലിറക്കി രക്ഷപ്പെടാനാവില്ലെന്ന കണക്കുകൂട്ടലിലാണ് ലീഗ് നേതൃത്വം. മണ്ഡലം പിടിക്കാൻ സർവ്വസന്നാഹങ്ങളുമായി ഇടതുമുന്നണി മണ്ഡലത്തിലിറങ്ങിക്കഴിഞ്ഞു. 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ തവനൂരും താനൂരും പൊന്നാനിയും ചെങ്കൊടിക്ക് കീഴിലാണ്. തവനൂരിൽ KT ജലീലിന്റെ ഭൂരിപക്ഷം 17,604, പൊന്നാനി P ശ്രീരാമകൃഷ്ണന് 15,640, താനൂരിൽ V അബ്ദുറഹ്മാന് 4,918 വോട്ടിന്റെയും ലീഡ്. തിരൂരങ്ങാടി, കോട്ടക്കൽ, തിരൂർ, പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടുന്ന തൃത്താല മണ്ഡലങ്ങളാണ് UDF-നൊപ്പം നിന്നത്. ബനാത്ത് വാലയും സേട്ടു സാഹിബും അഹമ്മദുമെല്ലാം ജയിച്ചുപോയ മണ്ഡലത്തിൽ തിരിച്ചടിയുണ്ടായാലുള്ള നാണക്കേട് മുസ്ലിം ലീഗിന് ചെറുതല്ല. 1962 മണ്ഡലം രൂപീകരിച്ച ആദ്യ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയുടെ ചെന്താരകം ഇമ്പിച്ചി ബാവ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി ജയിച്ചിട്ടുണ്ട്. ചരിത്രം വഴിമാറിയാൽ അത്ഭുതപ്പെടാനില്ലെന്ന് ചുരുക്കം. ക്യാമറാമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം KT സ്വാലിഹ്. ഇപ്പോൾ നിയമസഭാ സമ്മേളനം ചേരുകയാണ് തത്സമയം. അതിന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി മുൻകൈ എടുക്കുമോ എന്നതാണ് ചോദ്യം. സാർ, നമ്മളുടെ സംസ്ഥാനത്ത് 66 ഗവൺമെന്റ് കോളേജുകളും 192 ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളുമാണ് ഉള്ളത്. ഗവൺമെന്റ് കോളേജുകളും ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളും നമ്മളുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തന്നെയാണ്. ഇവ രണ്ടിന്റെയും അഭിവൃദ്ധി ഒരേ സമയം നമ്മളുടെ സംസ്ഥാനത്ത് നടക്കേണ്ടതുണ്ട്. എയ്ഡഡ് കോളേജുകളെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിൽ പരിഷ്കരണം വരുത്താൻ കഴിയില്ല.
അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് കോളേജുകളെയും എയ്ഡഡ് കോളേജുകളെയും ഒരുമിപ്പിച്ച് അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് സർക്കാരിന്റെ ലക്ഷ്യം. അതിന്റെ ഭാഗമായാണ് 102ഓളം ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകൾക്ക് റൂസയുടെ 2 കോടി രൂപ ധനസഹായം ചരിത്രത്തിലാദ്യമായി ലഭ്യമാക്കുവാൻ ഗവൺമെന്റിന് സാധിച്ചിരിക്കുന്നത്. പി അബ്ദുൽ ഹമീദ് സർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ത്രിവത്സര LLBയുടെ 6ാം സെമസ്റ്റർ പരീക്ഷകൾ റെക്കോർഡ് വേഗത്തിൽ നടത്തിയത് മൂലം നിശ്ചിത പ്രവൃത്തി ദിവസങ്ങളായ 90 ദിവസങ്ങൾക്ക് പകരം 66 ദിവസങ്ങൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ഇതുമൂലം കോഴ്സിന് ബാർ കൗൺസിലിന്റെ അംഗീകാരം ലഭിക്കുന്നത് സംബന്ധിച്ചുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇത് പരിഹരിക്കാൻ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നതെന്ന് വ്യക്തമാക്കാം. ഈ കാര്യം ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് എന്താണ് ചെയ്യാൻ വേണ്ടി കഴിയുക എന്നുള്ളത് നോക്കുകയും ആ കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുകയും ചെയ്യും. ശ്രീ പി കെ ശശി. സർ, എല്ലാ സ്വകാര്യ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മതനിരപേക്ഷ അന്തരീക്ഷം നിലനിർത്താൻ സാധിക്കുമെന്ന് ഉറപ്പുവരുത്താൻ കഴിയണം സർ. ചില സ്വകാര്യ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചില പ്രത്യേക മതവിഭാഗങ്ങൾക്ക് പ്രത്യേകമായ ആരാധന നടത്താനും ഒക്കെയുള്ള പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയാണ്. സ്വാഭാവികമായിട്ടും ആ സ്ഥാപനത്തിന്റെ മതനിരപേക്ഷമായ അന്തരീക്ഷത്തിന് വല്ലാത്ത പ്രയാസം ഇതുണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രശ്നത്തിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ഫലപ്രദമായി ഇടപെടുമോ? സർ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രത്യേകിച്ച് പൊതുവിദ്യാലയങ്ങളുടെ നിലനിൽപ്പിന്റെ ആധാരം എന്ന് പറയുന്നത് തന്നെ മതനിരപേക്ഷ സന്ദേശം അവിടെ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും നൽകാൻ അത് ഉപകരിക്കും എന്നുള്ളതാണ്. വിരുദ്ധമായിട്ടുള്ള നീക്കങ്ങൾ ഒരു ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല. ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ആരാധനക്ക് അവസരങ്ങൾ ഒരുക്കുന്നത് ഒരിക്കലും മതനിരപേക്ഷ വിരുദ്ധമാകും എന്ന് നമുക്ക് കരുതാനാവില്ല. എല്ലാ മതവിഭാഗത്തിൽ പെടുന്നവർക്കും അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ എല്ലാ മതങ്ങളും സഹവർത്തിത്വത്തിൽ കഴിയുന്ന ഒരു കേന്ദ്രവും കൂടിയാവണം നമ്മളുടെ പൊതുവിദ്യാലയങ്ങളും പൊതുസ്ഥാപനങ്ങളും എന്നാണ് സർക്കാർ കരുതുന്നത്. ശ്രീ കെ ശബരിനാഥ്. അടുത്ത കാലത്ത് നമ്മുടെയൊക്കെ കൂട്ടായ പരിശ്രമത്തിൽ ടെക്നോ പാർക്കിൽ നിസാൻ ഡിജിറ്റൽ ഹബ്ബ് തുടങ്ങിയായിരുന്നു. അപ്പം അവിടത്തേക്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടീമിലേക്ക് യുവ എഞ്ചിനീയർമാരെ അവർ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി ക്യാമ്പസുകളിൽ പോയപ്പോൾ ക്വാളിറ്റിയുള്ള എഞ്ചിനീയർമാരെ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജ് അടക്കമുള്ള കോളേജിൽ നിന്ന് ലഭിച്ചില്ല എന്നുള്ള വലിയൊരു പരാതി കണ്ടിരുന്നു. സാർ, ഈ പ്രധാനപ്പെട്ട എഞ്ചിനീയറിംഗ് കോളേജിൽ സർക്കാർ പ്രത്യേകിച്ച് CET പോലത്തെ കോളേജുകളിൽ ഈ ടെക്നോ പാർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പുതിയ ആശയങ്ങൾ അവർക്ക് നേരിട്ട് അറിയുവാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുവാനുള്ള എന്തെങ്കിലും പദ്ധതികൾ സർക്കാർ ആവിഷ്കരിക്കുന്നു? ഇതിനു വേണ്ടിയാണ് നമ്മൾ ആ ഒരു കുറവ് നികത്തുന്നതിന് വേണ്ടിയാണ്. നമ്മളുടെ കോളേജുകളിൽ മികച്ച കുട്ടികളുണ്ട്, പക്ഷെ അവർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ല. അതുപോലെ തന്നെ ഇന്റർവ്യൂകളിൽ ഒരു കമ്പനിയുടേത് നടക്കുമ്പോൾ അതിനെ മറികടക്കുവാൻ, അതിനെ അതിജയിക്കുവാനുള്ള ശേഷിയും അവർക്കില്ല. ഇത് നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകൾ അസാപ്പിന്റെ നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് നടത്തുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളതും. സർ, റൂസ പദ്ധതി വലിയ മുന്നേറ്റം നടത്തിയതായി അദ്ദേഹം പറഞ്ഞു. സർ, അതിൽ പദ്ധതി നടത്തിപ്പിന്റെ 65% കേന്ദ്ര വിഹിതവും 35% സംസ്ഥാന വിഹിതവുമായിട്ടാണ് നിജപ്പെടുത്തിയിരിക്കുന്നത് മനസ്സിലാക്കുന്നത്. അതിന്റെ 50% സ്വകാര്യ പങ്കാളിത്തത്തിൽ കണ്ടെത്തണമെന്നുള്ള നിർദ്ദേശം നമ്മുടെ ഈ മേഖലയിലെ അക്കാദമിക താല്പര്യങ്ങളെ ഈ വാണിജ്യ താല്പര്യത്തിന് ഉതകുന്ന തരത്തിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ടോ? അങ്ങനെ ഒരു പഠനം നടത്തിയിട്ടുണ്ടോ? റൂസയുടെ ഫണ്ടിങ്ങിന്റെ പെർസെന്റേജ് 60-40 ആണ്. 60% റൂസ നൽകും, 40% സ്റ്റേറ്റ് ഗവൺമെന്റ് നൽകണം. ഇപ്പോൾ 102 കോളേജുകൾക്ക് ആവശ്യമായിട്ടുള്ള 40% വിഹിതം സംസ്ഥാന ഗവൺമെന്റ് ബന്ധപ്പെട്ട കോളേജുകൾക്ക് നൽകുന്നതിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് അനുവദിച്ചു കഴിഞ്ഞു. ഇനി നമ്മളാണ് ബന്ധപ്പെട്ട കോളേജുകൾക്ക് ഈ ഫണ്ട് നൽകുന്നത്. ഈ ഫണ്ട് നൽകുമ്പോൾ തീർച്ചയായിട്ടും സാമൂഹ്യ ഉത്തരവാദിത്തം ബന്ധപ്പെട്ട മാനേജ്മെന്റുകൾ നിലനിർത്തുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും വേണം. ആ കാര്യം അവരോട് സംസാരിക്കുകയും അവര് സന്നദ്ധത അക്കാര്യത്തിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രീ പി ജെ ജോസഫ്. സർ, യൂണിവേഴ്സിറ്റികളുടെ മുഖ്യമായ ഉത്തരവാദിത്വം കോണ്ടക്ട് ഓഫ് എക്സാമിനേഷനാണ്, പരീക്ഷ നടത്തിയത്. സർ, പലതവണ മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ ശ്രമിച്ചിട്ടും ഈ പരീക്ഷാ കലണ്ടർ ഉണ്ടാക്കാനോ അതനുസരിച്ച് പരീക്ഷ നടത്താനും റിസൾട്ട് പബ്ലിഷ് ചെയ്യാനും ഇതുവരെ സാധിച്ചിട്ടില്ല. സർ, അൾട്ടിമേറ്റ്ലി അവിടുത്തെ സിൻഡിക്കേറ്റാണ് തീരുമാനം. എല്ലാ യൂണിവേഴ്സിറ്റികളിലെയും സിൻഡിക്കേറ്റ് അംഗങ്ങളെ വൈസ് ചാൻസലർമാരെ ഒന്നിച്ച് വിളിച്ചു കൂട്ടി ഒരു പരീക്ഷാ കലണ്ടർ ഉണ്ടാക്കാൻ
അതനുസരിച്ച് റിസൾട്ട് പബ്ലിഷ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കും. സർ, കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ തന്നെ എല്ലാ സിൻഡിക്കേറ്റുകളുടെയും മീറ്റിങ്ങുകളും എല്ലാ വൈസ് ചാൻസലർമാരുടെയും മീറ്റിങ്ങുകളും എല്ലാ PVC രജിസ്ട്രാർമാർ, കൺട്രോളർ ഓഫ് എക്സാമിനേഷൻസ് ഇവരുടെ മീറ്റിങ്ങുകളും വിളിച്ചു ചേർത്തിരുന്നു. അടുത്ത അധ്യയന വർഷം മുതൽ വ്യക്തമായിട്ടുള്ള ഒരു കലണ്ടർ പ്രവേശനത്തിനും പരീക്ഷാ നടത്തിപ്പിനും റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതിനും ഉണ്ടാവണം എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. അതടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ സർവകലാശാലകളിലൊക്കെ നടന്നു വരികയാണ്. വിവിധ സർവകലാശാലകളിൽ പ്രവേശനങ്ങൾ വ്യത്യസ്ത തീയതികളിലാകുന്നത് കൊണ്ടാണ് പരീക്ഷകൾ വ്യത്യസ്ത തീയതികളിൽ നടത്തുന്നതും റിസൾട്ടുകൾ വ്യത്യസ്ത തീയതികളിൽ വരുന്നതും. ഇത് ഒഴിവാക്കണമെന്ന് കർശനമായി അവരോട് പറഞ്ഞിട്ടുണ്ട്. അത് പാലിക്കുമെന്നാണ് കരുതുന്നത്. സർ, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന സർവകലാശാലകൾക്ക് ഗവേഷണ പ്രവർത്തനങ്ങൾക്കും മറ്റ് അക്കാഡമിക് കാര്യങ്ങൾക്കും എല്ലാം പണം അനുവദിപ്പിക്കുകയും ചെയ്യുന്നതിൽ അങ്ങ് ഞാൻ അഭിനന്ദിക്കുകയാണ്. എന്നാൽ അങ്ങിവിടെ പരാമർശിക്കാതെ പോയ ചില സർവകലാശാലകളുണ്ട്. സംസ്കൃത സർവകലാശാല, മലയാളം സർവകലാശാല തുടങ്ങിയുള്ള ഒരുപാട് സർവകലാശാലകൾ. ഇത്തരം സർവകലാശാലകൾക്ക് കിഫ്ബിയിൽ നിന്ന് പോലും പണം അനുവദിക്കാമെന്ന് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ഇവിടെ അസംബ്ലിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അത് അനുവദിക്കണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സമഗ്രമായ ഒരു ഇൻഫ്രാസ്ട്രക്ചറിൻ്റെയും അതുപോലെ അക്കാഡമിക് ക്വാളിറ്റിയും ഉയർത്തുന്നതിന് ആവശ്യമായ സമഗ്രമായ പ്രോജക്റ്റ് ഉണ്ടാക്കി സമർപ്പിക്കാൻ കഴിയണം. ഈ സമഗ്രമായ പ്രോജക്റ്റ് ഉണ്ടാക്കി സമർപ്പിക്കാൻ സർവകലാശാലകൾക്ക് കഴിഞ്ഞാൽ മാത്രമേ അന്തർദേശീയ നിലവാരമുള്ള കലാലയങ്ങൾ സൃഷ്ടിക്കാനും ഒക്കെ നമുക്ക് കഴിയത്തുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള അക്കാഡമിക് ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് കഴിയുന്ന പ്രോജക്റ്റുകൾ സമർപ്പിക്കാൻ മികച്ച കൺസൾട്ടന്റുകളെ ചുമതലപ്പെടുത്തിയാലേ പറ്റത്തുള്ളൂ. സർ, ഇന്ന് സംസ്കൃത സർവകലാശാലയുടെ സ്ഥിതിയിൽ അത് മെച്ചപ്പെടണമെന്നുണ്ടെങ്കിൽ സമഗ്രമായ ഇൻഫ്രാസ്ട്രക്ചറിനും അക്കാഡമിക് ക്വാളിറ്റിക്കും വേണ്ടിയിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ കഴിയുന്ന കൺസൾട്ടിംഗ് ഏജൻസിയെ ഒന്നുകിൽ നിയോഗിച്ച് സഹായിക്കുക, അല്ലെങ്കിൽ അവരോട് അത് നിയോഗിച്ച് ആവശ്യമായ നടപടി എത്രയും വേഗം സമർപ്പിക്കാൻ അവരോട് ആവശ്യപ്പെടുമോ എന്നുള്ളതാണ് എനിക്കറിയുന്നത്. സാർ, നമ്മളുടെ ചില സർവകലാശാലകളൊക്കെ സമയബന്ധിതമായിട്ട് തന്നെ ഗവേഷണ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട പ്രപ്പോസലുകൾ സമർപ്പിക്കുകയും അതനുസരിച്ചാണ് 4 സർവകലാശാലകൾക്ക് കിഫ്ബിയുടെ പണം അനുവദിച്ച് കിട്ടിയിരിക്കുന്നത്. മറ്റു സർവകലാശാലകൾക്കും ഇതേ വഴി അവലംബിക്കാവുന്നതാണ്. നിലവിൽ തന്നെ അവർക്ക് കൺസൾട്ടിംഗ് ഏജൻസികൾ ഉണ്ട്. സർക്കാർ നേരത്തെ അപ്രൂവ് ചെയ്ത് കൊടുത്തിട്ടുള്ള കൺസൾട്ടിംഗ് ഏജൻസികൾ. മറ്റു ഏജൻസികളെ അത് ഏൽപ്പിക്കണമോ വേണ്ടയോ എന്ന് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിൻ്റെ സാധ്യതകൾ എന്താണ്, അതിൻ്റെ മറ്റു തരത്തിലുള്ള പോരായ്മകൾ എന്താണ് എന്നുകൂടി നോക്കി അക്കാര്യം പരിശോധിക്കാനേ സാധിക്കുകയുള്ളൂ. നിയമസഭാ നടപടികൾ പുരോഗമിക്കുകയാണ്. മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. പ്രളയ സമയത്ത് കേരളത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തിയതിന് 102.6 കോടിയുടെ ബിൽ വ്യോമസേനയുടെ വിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചതിന്റെയും ബില്ലാണ് ഇതെന്ന് കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സുഭാഷ് ബംറെ രാജ്യസഭയിൽ. വിവരങ്ങളുമായി ഇപ്പോൾ സന്തോഷ് സെർലിംഗ് ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. സന്തോഷ്, കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ അവഗണനകളുടെ ഏറ്റവും വലിയ തെളിവുകളിൽ ഒന്നാണ്. എന്താണ് വിവരങ്ങൾ? ജോജറ്റ്, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇന്നലെ രാജ്യസഭയിൽ ഒരു ചോദ്യത്തിന് ഉത്തരമായി രേഖാമൂലം അറിയിച്ചതാണ് കേരളത്തിലെ പ്രളയവുമായി ബന്ധപ്പെട്ട് പ്രതിരോധ മന്ത്രാലയം നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിനായി ഓരോ വകുപ്പുകളും, പ്രത്യേകിച്ച് ആർമി, എയർഫോഴ്സ്, നാവികസേന തുടങ്ങി വിവിധ വകുപ്പുകൾ എല്ലാവരും തന്നെ, വിവിധ സേനകൾ എല്ലാവരും തന്നെ പ്രത്യേകം ബില്ലുകൾ തയ്യാറാക്കുന്നുണ്ട്. ഇതിൽ എയർഫോഴ്സിന്റെ ബില്ല് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പരിശോധിച്ച് സംസ്ഥാന സർക്കാരിന് കൈമാറിയിരിക്കുന്നു. 102.6 കോടി രൂപ വരുന്നതാണ് ആ ബില്ലെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ കൃത്യമായ കണക്കുകൾ കൂടി ആ ബില്ലിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഈ വിമാനങ്ങൾ, എയർഫോഴ്സിന്റെ വിമാനങ്ങൾ ഏകദേശം 3787 പ്രാവശ്യം എയർലിഫ്റ്റിന് ഉപയോഗിച്ചിട്ടുണ്ട്. 517 തവണയാണ് ഇത് ലോഡുകളൊക്കെ കൊണ്ടുപോയത്. നിരവധി പേരെ രക്ഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കൂടാതെ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്ററും സമാനമായ രീതിയിൽ 634 തവണ എയർലിഫ്റ്റ് ചെയ്തു. 584 പേരെ രക്ഷിച്ചു. അങ്ങനെ ഈ കണക്കുകളൊക്കെ വച്ചിട്ടുണ്ട്. ഇതിന് ചെലവായ തുകയാണ് ഇപ്പോൾ 102.6 കോടി രൂപയായി സംസ്ഥാന സർക്കാരിന് കൈമാറിയിരിക്കുന്നതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം, ഇത് എയർഫോഴ്സിന്റെ മാത്രമല്ല, ഇനി നാവികസേനയുടെ ബില്ല് കൂടി വരാനുണ്ട്. നാവികസേനയാണ് ഏറ്റവും കൂടുതൽ പേരെ രക്ഷിക്കാൻ കേരളത്തിൽ വലിയ സഹായ പ്രവർത്തനങ്ങളൊക്കെ
ബില്ലുകളൊക്കെ നൽകുകയും ചെയ്തു. അത് പക്ഷെ വളരെ ഭീകരമായിരിക്കും, ഇതിനേക്കാൾ കൂടുതലായിരിക്കും ബില്ല് എന്ന് ഏതാണ്ട് ഉറപ്പാണ്. 600 കോടി രൂപയാണ് ആദ്യഘട്ടത്തിൽ കേരളത്തിന് ധനസഹായം നൽകിയത്. അതിന് പിന്നാലെ തന്നെ നൽകിയ അരിയുടെ കണക്ക് പറഞ്ഞ് ഭക്ഷ്യ മന്ത്രാലയവും ഒരു ബില്ല് നൽകിയിരുന്നു. സ്വാഭാവികമായി അതിൽ നിന്ന് കുറയും. ഇപ്പോൾ സേനകളുടെ ബില്ല് കൂടി എത്തുമ്പോൾ ഈ കേരളത്തിന് ലഭിക്കുന്ന സഹായം വളരെ കുറയും. നേരത്തെ കേന്ദ്ര സർക്കാരൊക്കെ പറഞ്ഞിരുന്നത് ഇത് സൗജന്യമാണ് കേരളത്തിന് എന്നതാണ്. കാരണം ഒരു പ്രളയം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും രക്ഷാപ്രവർത്തനങ്ങൾ നടത്തേണ്ടി വരും, അതിന്റെ ഭാഗമായിട്ടാണ് നടത്തിയതെന്നും അതിനൊരു ചിലവും ഉണ്ടാകില്ല എന്നും അറിയിച്ചിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ ഔദ്യോഗികമായി ആഭ്യന്തര മന്ത്രാലയം അത് പാർലമെന്റിൽ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു, ബില്ലുകൾ നൽകി തുടങ്ങിയിരിക്കുന്നു എന്നതാണ്. വലിയൊരു ഭീമമായ ചിലവ് തന്നെ കേരളത്തിന് വേണ്ടിവരും. നിലവിൽ ഒരു നവകേരള നിർമ്മാണത്തിനായി തുകയില്ലാതെ വിഷമിക്കുന്നു കേരളം. പ്രളയത്തിൽ നിന്ന് ഇപ്പോഴും കരകയറിയിട്ടില്ല കേരളം. അതിന് വലിയൊരു അടിയാണ്, അമിത ഭാരമാണ് ഇത്തരത്തിൽ കേന്ദ്രം നൽകുന്ന ബില്ലുകൾ എന്നുകൂടി കൂട്ടിച്ചേർക്കേണ്ടി വരും. ജോർജറ്റ്. സന്തോഷ്, അത് തന്നെയാണ്. കേരളത്തിന് ലഭിക്കേണ്ട സഹായങ്ങൾ നിരവധി ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങൾക്ക് തടസ്സമായി കേന്ദ്രത്തിന്റെ നയങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ സാഹചര്യത്തിലാണ് കേന്ദ്രം സേവനം നടത്തിയതിന്, പ്രളയകാലത്ത് ജനങ്ങളെ രക്ഷിച്ചതിന് ബില്ലിട്ടിരിക്കുന്നത്. എത്രത്തോളം ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ്, ഒരു നീക്കമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് കേരളത്തോട് കാണിക്കുന്നത്? ജോർജറ്റ്, ഇതിനു മുമ്പും പ്രകൃതി ദുരന്തങ്ങൾ രാജ്യം നേരിടേണ്ടി വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഗുജറാത്തിലടക്കം വലിയ ദുരന്തങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഭൂചലനമൊക്കെ ഉണ്ടാക്കി ലക്ഷക്കണക്കിന് പേർക്കൊക്കെ ജീവനൊക്കെ നഷ്ടപ്പെട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. കേരളം പക്ഷെ ഒരു സംസ്ഥാനം ഒന്നടങ്കമാണ് പ്രളയത്തിൽ മുങ്ങിപ്പോയത്. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൽ നിന്ന് അകമഴിഞ്ഞൊരു സഹായം സംസ്ഥാനം പ്രതീക്ഷിക്കുന്നുണ്ട്. അന്ന് ദക്ഷിണ മേഖല നാവികസേന മേധാവി തന്നെ നേരിട്ടിറങ്ങി രക്ഷാപ്രവർത്തനമൊക്കെ നടത്തിയത് കേരളം വളരെ നല്ല നന്ദിയോടുകൂടി തന്നെയാണ് കാണുന്നത് പോലും. പക്ഷെ അതിനൊരു ബില്ലിട്ട് വരും എന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നില്ല. കാരണം ഇപ്പോൾ 2019-2020 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിൽ പോലും പ്രളയബാധിതമായ കേരളത്തിന് ഒരു പദ്ധതി പോലും കേന്ദ്രം അനുവദിച്ചില്ല. അത് വിമർശനം നിലനിൽക്കുന്നുണ്ട്. അതിനു പിന്നാലെ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ നൽകാൻ കേരളം തയ്യാറല്ല. നേരത്തെ കഴിഞ്ഞ വർഷം ഫ്ലഡ് ഉണ്ടായപ്പോൾ മൊത്തം 3200 കോടി രൂപ കേരളത്തിന് നൽകാം എന്ന് തീരുമാനിച്ചു. 50,000 കോടി രൂപയുടെ നഷ്ടം കേരളത്തിനുണ്ട് എന്ന റിപ്പോർട്ട് നൽകിയപ്പോഴാണ് 3200 കോടി രൂപയ്ക്ക് അടുത്ത് കേരളത്തിന് നൽകാമെന്ന് തീരുമാനിച്ചത്. പക്ഷെ അതിൽ പോലെ 600 കോടി രൂപയെ ആദ്യഘട്ടത്തിൽ നൽകിയിട്ടുള്ളൂ. ബാക്കി തുക ബില്ലുകൾ നൽകുമ്പോൾ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന കടുംപിടുത്തത്തിലാണ് കേന്ദ്ര സർക്കാർ. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ ആഭ്യന്തര മന്ത്രാലയം വഴി മറ്റു രക്ഷാപ്രവർത്തനങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള ബില്ലുകൾ നൽകുന്നത്. ഇത് കേരളത്തിന് സാമ്പത്തികമായി കേരളത്തിനെ തകർക്കുക തന്നെ ചെയ്യും. കാരണം ഇപ്പോൾ തന്നെ ഒരു പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, മറ്റു സഹായ പ്രവർത്തനങ്ങൾ, ഇതിനൊക്കെ വൻ തുക ചെലവഴിക്കേണ്ടി വരുന്നുണ്ട് സംസ്ഥാനം. അതിനിപ്പോൾ കേരളം സ്വന്തം നിലയിൽ തന്നെ കണ്ടെത്തണം. കാരണം വിദേശ സഹായമൊക്കെ കേന്ദ്രം ഓൾറെഡി തടഞ്ഞിട്ടുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് സഹായം ലഭിക്കുന്നില്ല, വിദേശ നിക്ഷേപങ്ങൾ തടഞ്ഞു. അപ്പോൾ സ്വന്തം നിലയിൽ ഒരു വിഭവ സമാഹരണം കേരളം നടത്തിയേ മതിയാവുകയുള്ളൂ. ഈ ബില്ലുകളൊന്നുമില്ലാതെ തന്നെ കേരളത്തിന് അത്തരമൊരു വിഭവ സമാഹരണം നടത്തുക തന്നെ വലിയ പ്രയാസമാണ്. അതിനിടയിലാണ് ഒരു തിരിച്ചടി എന്ന നിലയിൽ അല്ലെങ്കിൽ അമിതഭാരം കയറ്റിവെക്കുന്ന രീതിയിൽ സേനയെ കൊണ്ട് ഈ ബില്ലുകൾ തയ്യാറായി. സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിന് ഈ ബില്ലുകൾ എഴുതിത്തള്ളാം എന്നിരിക്കെയാണ് ഇത്തരമൊരു നീക്കം നടത്തുന്നത്. അതായത് വിദേശ സഹായം അടക്കം തടയുന്ന ഒരു സമീപനമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. കേരളത്തെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യം. നേരത്തെ തന്നെ ഇത്തരം ആരോപണങ്ങൾ കേന്ദ്രത്തിനെതിരെ സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നത് തന്നെയാണ്. സഹായങ്ങൾ ലഭ്യമാക്കുന്നതിൽ തടസ്സം നിൽക്കുന്ന കേന്ദ്ര സർക്കാർ ആണ് എന്നുള്ള കാര്യത്തിൽ ബജറ്റിൽ പോലും നവകേരള നിർമ്മാണത്തിനോ അല്ലെങ്കിൽ പ്രളയ ദുരിതാശ്വാസത്തിനോ കാര്യമായ പരിഗണനകൾ നൽകാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കൃത്യമായി കണക്കുകൾ സഹിതം പ്രതിരോധ സഹമന്ത്രി രാജ്യസഭയിൽ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. വ്യോമസേനയുടെ ബില്ലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നാവികസേനയുടെ ബില്ല് കൂടി വരുന്നുണ്ട്. കേരളത്തെ വളരെ പ്രതിസന്ധിയിലേക്ക് തള്ളിയിടുന്ന ഒരു സാഹചര്യം കൂടിയാണ്. രാഷ്ട്രീയമായി ഇക്കാര്യങ്ങൾ ഉപയോഗിക്കാൻ, കേരളത്തെ പ്രതിസന്ധിയിലേക്ക് തള്ളിയിടുക, രാഷ്ട്രീയമായി ഇക്കാര്യങ്ങൾ ഉപയോഗിക്കുക, ഇത് ഒരു കേന്ദ്രത്തിന്റെ തന്ത്രമായി വേണ്ടേ കരുതാൻ?
ജോർജറ്റ്, ഈ ബില്ലുകൾ കേരളത്തിന് വേണ്ടി തയ്യാറാക്കിയതും അയച്ചതിനും പിന്നിൽ രാഷ്ട്രീയമായ സമ്മർദ്ദമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം നേരത്തെ ഈ എയർഫോഴ്സ് ഇത്തരമൊരു ബില്ല് കേരളത്തിന് നൽകി എന്നൊരു വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ ഇതൊക്കെ നിഷേധിച്ചിരുന്നു. അങ്ങനെ ഒരു ബില്ലൊന്നും നൽകുകയില്ല എന്ന് പറഞ്ഞു. അന്ന് ഈ കേരളത്തിന് വലിയ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നൽകിയ നാവികസേനയുടെ ദക്ഷിണ മേഖല മേധാവി മാധ്യമങ്ങളെ കണ്ടു പറഞ്ഞതും തങ്ങൾ അങ്ങനെ ഒരു ബില്ലും തയ്യാറാക്കുന്നില്ല, നൽകുന്നില്ല എന്നതാണ്. അപ്പൊ പ്രതീക്ഷിച്ചിരുന്നത് വ്യോമസേന മാത്രമായിരിക്കാം നൽകുക, നാവികസേന നൽകില്ല എന്നെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ ഇന്ന് രാജ്യസഭയെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അറിയിച്ചിരിക്കുന്നത് നാവികസേനയുടെ കൂടി ബില്ല് തയ്യാറാക്കുന്നുണ്ട് എന്നാണ്. അതായത് നാവികസേന ദക്ഷിണ മേഖല മേധാവി പറയുന്നു അങ്ങനെ ഒരു ബില്ല് തയ്യാറാക്കുന്നില്ല എന്ന്. പക്ഷെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പറയുന്നു അങ്ങനെ ഒരു ബില്ല് തയ്യാറാക്കുന്നുണ്ടെന്ന്. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ സമ്മർദ്ദം ഇതിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ കേന്ദ്രത്തിന് തന്നെ ഇത്തരം സഹായങ്ങൾ എഴുതി തള്ളാവുന്നതാണ്. കാരണം ഈ കഴിഞ്ഞ ആഴ്ച പോലും കേരളം ഒഴികെ മറ്റു ചില 6ഓളം സംസ്ഥാനങ്ങൾക്ക് ദുരിതാശ്വാസ സഹായം എന്ന നിലയിൽ ഏകദേശം കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്രം നൽകിയത്. അപ്പോഴും കേരളത്തിനെ അവഗണിച്ചു. കേരളത്തിനാണ് പ്രളയ ദുരന്തം ഏറ്റവും കൂടുതൽ ഉണ്ടായത്. പക്ഷേ മറ്റു സംസ്ഥാനം കാറ്റുവീഴ്ച അടക്കമുള്ള കൃഷിനാശം അടക്കമുള്ള ഈ നഷ്ടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് തുക മാറ്റിയത്. എന്നാൽ കേരളത്തിനെ പാടെ അവഗണിക്കുകയും ചെയ്തു. അത്തരം ഒരു പ്രളയം കേരളത്തിൽ ഉണ്ടോ എന്ന് പോലും നോക്കാത്ത രീതിയിലാണ്, പരിഗണിക്കാത്ത രീതിയിലാണ് കേന്ദ്രം പെരുമാറിയത്. ഇതിന് പിന്നാലെ ഇപ്പോൾ ഈ ഒരു ബില്ല് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ കൊണ്ട് വരുമ്പോൾ അതിന് പിന്നീട് രാഷ്ട്രീയ സമ്മർദ്ദം സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതിനൊക്കെ നേതൃത്വം നൽകിയ ആർമിയുടെ ഒക്കെ തലവന്മാർ അങ്ങനെ ഒരു ബില്ലില്ല എന്ന് പറയുമ്പോഴാണ് ആഭ്യന്തര മന്ത്രാലയം ബില്ലുണ്ട് എന്ന് പറയുന്നത്. അതായത് പ്രതിമകൾ നിർമ്മിച്ചു പോലും പണം ചെലവഴിക്കുന്ന സർക്കാർ, ഒരു കേന്ദ്ര സർക്കാർ അതിന്റെ അധികാര പരിധിയിൽ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്തോട് കാട്ടുന്ന വിവേചനം അല്ലെങ്കിൽ ഇരട്ടത്താപ്പ് ഇവിടെ പ്രകടമാകുകയാണ്. മോദിയും പ്രതിരോധ മന്ത്രിയും അടക്കം ഉള്ളവർ, ആഭ്യന്തരമന്ത്രിയും അടക്കമുള്ളവർ കേരളം ഈ പ്രളയകാലത്ത് സന്ദർശിക്കുന്ന സാഹചര്യമുണ്ടായി. കാര്യങ്ങൾ കണ്ട് വിലയിരുത്തി മടങ്ങിയതല്ലാതെ, കേന്ദ്രത്തിന് വാഗ്ദാനങ്ങൾ നൽകിയതല്ലാതെ അതിനപ്പുറത്തേക്ക് യാതൊരു നടപടിയും ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. ഘട്ടം ഘട്ടമായി പണം നൽകുന്നു എന്നത് ശരിയാണ്. എങ്കിൽ പോലും ആവശ്യത്തിന് അനുസരിച്ച് ലഭ്യമാകുന്നില്ല എന്നുള്ള പരാതി നിലനിൽക്കുക കൂടിയാണ് ഇത്തരം ബില്ലുകൾ കൂടി, അതായത് പ്രതിരോധ സേനയുടെ ബില്ലുകൾ കൂടി സംസ്ഥാനത്തിന് അധിക ഭാരമായി വരുന്നത്. എങ്ങനെ കാണാം? ജോർജറ്റ് ചൂണ്ടിക്കാണിച്ചൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച കേന്ദ്ര ധനമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പശുക്കൾക്കായി നൽകി മാറ്റിവെച്ചത് 750 കോടി രൂപയാണ്. എന്നാൽ കേരളത്തിന്റെ പ്രളയത്തിന് ഏതെങ്കിലും ഒരു പദ്ധതിയോ ഒരു തുകയോ വകയിരുത്തി. ഇപ്പോൾ എം പി രാജേഷ് എം പി കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ദയവായി സന്തോഷ് തുടരുക. എം പിയോട്, കേന്ദ്രം അധിക ഭാരം കേരളത്തെ ഏൽപ്പിക്കുന്നു. വളരെ പ്രതിസന്ധിയിലൂടെയാണ് കേരളം ഈ സന്ദർഭങ്ങളിൽ കടന്നു പോകുന്നത്. അധിക ഭാരം ഏൽപ്പിക്കുകയാണ്. ബജറ്റിൽ പോലും ആവശ്യത്തിനുള്ള പരിഗണന നൽകാത്ത കേന്ദ്ര സർക്കാർ പ്രതിരോധ സേന, വ്യോമസേനയുടെ ബില്ല് 102 കോടി എന്ന് പറഞ്ഞു വന്നിരിക്കുന്നു. അത് പ്രതിരോധ സഹമന്ത്രി രാജ്യസഭയിൽ പറയുകയും ചെയ്തിരിക്കുന്നു. ഇനി നാവികസേനയുടെ ബില്ല് കൂടി എത്താനുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. കേന്ദ്രത്തിന്റെ ഈ നീക്കം എങ്ങനെ കാണാനാകും? കേന്ദ്രത്തിന്റെ നീക്കം കണ്ണിൽ ചോരയില്ലാത്തതാണ്, അത് മനുഷ്യത്വരഹിതവുമാണ്. ഈ മനുഷ്യത്വരഹിതവും കണ്ണിൽ ചോരയില്ലാത്തതുമായ പ്രതികാര മനോഭാവം കേരളത്തോട് കാണിക്കുന്നതിന്റെ പിന്നിലുള്ളത് അന്ധമായ സങ്കുചിതമായ രാഷ്ട്രീയം മാത്രമാണ്. തങ്ങൾക്ക് ഹിതകരമല്ലാത്ത രാഷ്ട്രീയ നിലപാട്, ബദൽ രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിൽ എന്നതുകൊണ്ട് പ്രളയം പോലെ, നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ പ്രളയം പോലുള്ള ഒരു പ്രതിസന്ധിയെ പോലും ആ രാഷ്ട്രീയ പക തീർക്കുന്നതിന് കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നു എന്നതാണ് ഇപ്പോൾ നൽകിയിട്ടുള്ള മറുപടി തെളിയിക്കുന്നത്. നേരത്തെ ഈ പ്രശ്നം ഉയർന്നു വന്നപ്പോൾ ബി.ജെ.പിയും കേന്ദ്ര സർക്കാരും ഒക്കെ വിശദീകരിച്ചത് ഒരു നടപടിക്രമം മാത്രമാണ്, അതല്ലാതെ സർക്കാരിൽ നിന്ന് പണം ഈടാക്കില്ല എന്നാണ്. ഇപ്പൊ രാജ്യസഭയിൽ നൽകിയ മറുപടി വ്യക്തമാക്കുന്നത് സർക്കാരിൽ നിന്ന് പണം ഈടാക്കാൻ തന്നെ പോകുന്നു എന്നതാണ്. അരി, മണ്ണെണ്ണ ഇതിനെല്ലാം പ്രളയകാലത്ത് പ്രത്യേകം അനുവദിച്ചതും സൗജന്യമായിട്ടായിരുന്നില്ല. അതിനും എണ്ണി കണക്ക് പറഞ്ഞ് കേരളത്തിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നു എന്നത് നമ്മൾ ഓർമ്മിക്കണം. രണ്ട് സമീപനമാണ് പ്രകൃതി ദുരന്തങ്ങളുടെ കാര്യത്തിൽ പോലും ബി.ജെ.പി ഗവൺമെന്റ് എടുക്കുന്നത്. ബി.ജെ.പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് ഒരു പ്രത്യേകമായിട്ടുള്ള സമീപനവും, ഇടതുപക്ഷമോ അല്ലെങ്കിൽ പ്രതിപക്ഷമോ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒരു പ്രതികാര മനോഭാവവുമാണ്
എപ്പോഴും നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് പുലർത്തുന്നത്. ഇതിനെതിരെ കേരളം ഒറ്റക്കെട്ടായിട്ട് പ്രതിഷേധിക്കണം. UDF ഏറെക്കുറെ സമാനമായിട്ടുള്ള സമീപനമാണ് ഇക്കാര്യത്തിൽ പുലർത്തുന്നതെന്ന് കാണണം. കേന്ദ്രം കാണിക്കുന്ന ഈ അതിക്രമങ്ങളെ കുറിച്ചൊന്നും ഒരക്ഷരം പറയാൻ തയ്യാറല്ലാത്ത KPCC നേതൃത്വവും UDF-ഉം പ്രളയത്തിന്റെ പേരിൽ കേരളത്തിൽ നടക്കുന്ന പുനർനിർമ്മാണ ശ്രമങ്ങളെ ഇതുപോലെ രാഷ്ട്രീയമായിട്ട് എതിർക്കുകയാണ്. അവർക്ക് BJP ഗവൺമെന്റും മോദി ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന ഈ വിവേചനം, പ്രതികാര ബുദ്ധി, അതിനെക്കുറിച്ച് മിണ്ടാട്ടമില്ല. എന്നിട്ട് കേരളത്തിൽ പ്രളയത്തെ നേരിടാൻ വിഭവസമാഹരണം നടത്തുന്ന ശ്രമങ്ങളെ അവരും അട്ടിമറിക്കുന്നു. രണ്ടു കൂട്ടരും വില കുറഞ്ഞ സങ്കുചിതമായ രാഷ്ട്രീയ ലാഭം മാത്രം മുൻനിർത്തി ഒരു ദുരന്തത്തിൽ നിന്ന് മുതലെടുപ്പ് നടത്തുകയാണ്. അതായത് വാഗ്ദാന ലംഘനം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് പല ഭാഗത്ത് ഉണ്ട്, പല തലങ്ങളിൽ അത് പ്രകടമാണ്. അതിനപ്പുറം പ്രചരണ തന്ത്രങ്ങളും പ്രതിമ നിർമ്മാണം പോലെയുള്ള പ്രചരണ തന്ത്രങ്ങളും അവർ വിനിയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ തന്ത്രം കൂടിയാണ്. ഇതിന്റെ ഇടയിൽ കേരളത്തിന് പുനർനിർമ്മാണം എന്ന നിലയിലേക്ക് നീങ്ങുമ്പോൾ ഒരു കൈ സഹായം നൽകാൻ കേന്ദ്രം മനസ്സുവെക്കുന്നില്ല. കേരളത്തിന് വിഭവ സമാഹരണം സ്വന്തം നിലയിൽ വിഭവങ്ങൾ സമാഹരിക്കേണ്ട ഒരു നിലയിലേക്ക്, പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന ഒരു സമീപനം മോദി അടക്കമുള്ളവർ ഈ പ്രളയം നേരിട്ട് കണ്ടതാണ്. എന്നിട്ട് പോലും ഒരു കൈ സഹായം നൽകാൻ കേന്ദ്രം തയ്യാറാകുന്നില്ല എന്നത് എത്രത്തോളം ഗുരുതരമായ സംഭവവികാസമാണ്? മോദി അടക്കമുള്ള ആളുകൾ വന്ന് നേരിട്ട് കണ്ട് ആസ്വദിച്ചു പോവുകയാണ് ചെയ്തത് എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം അത് കണ്ടതിന്റെ യാതൊരു പ്രയോജനവും കേരളത്തിന് ലഭിക്കുന്നില്ല. 31,000 കോടി രൂപ പുനർനിർമ്മാണത്തിന് വരുമെന്നാണ് UNDP-യുടെ പ്രാഥമികമായിട്ടുള്ള കണക്കുകൾ കാണിക്കുന്നത്. അതിൽ കേരളം മാനദണ്ഡങ്ങൾ പ്രകാരം ആവശ്യപ്പെട്ട തുക പോലും കേന്ദ്ര സർക്കാർ ഇതുവരെ അനുവദിച്ചിട്ടില്ല. കേന്ദ്രത്തിന്റെ തന്നെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് കേരളം ആവശ്യപ്പെട്ട തുക അനുവദിച്ചിട്ടില്ല. മാത്രമല്ല, നേരത്തെ ചെയ്തു തന്ന സഹായം എന്ന് കരുതിയ പലതിനും ഇപ്പോൾ കണക്ക് പറഞ്ഞ് കാശ് വാങ്ങുകയും ചെയ്യുകയാണ്. അപ്പൊ സഹായമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. ദ്രോഹം വേറെ ഉണ്ടായിട്ടുണ്ട് താനും. വിദേശ സഹായം അട്ടിമറിച്ചതുൾപ്പെടെ ഇപ്പൊ UAE-യുടെ 700 കോടി ഉൾപ്പെടെയുള്ള സഹായങ്ങൾ അട്ടിമറിച്ച് എന്നിട്ട് അവരെ പരിഹസിച്ചും പുച്ഛിച്ചും ചിരിക്കുകയാണ് കേന്ദ്രവും സംഘപരിവാർ കേരളത്തിനൊരു നയ പൈസ സഹായിക്കരുത് എന്ന് വ്യാപകമായി പ്രചരണം നടത്തിയ കൊടും വിഷങ്ങളാണല്ലോ. ആ സംഘപരിവാറിന്റെ ആ സമീപനമാണ് മോദി ഗവൺമെന്റ് ഇപ്പൊ നടപ്പാക്കുന്നത്. ഭരണഘടനാപരമായി തീരെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചിലത് ചെയ്യേണ്ടി വന്നു എന്നൊഴിച്ചാൽ പൊതുവിൽ എങ്ങനെയെല്ലാം കേരളത്തിന്റെ സഹായത്തെ തടയാമോ, കേരളത്തിന്റെ പുനർനിർമ്മാണത്തെ അട്ടിമറിക്കാമോ എന്നാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് സാമൂഹിക മാധ്യമങ്ങളിലും രാഷ്ട്രീയ വേദികളിലും സംഘപരിവാർ ഈ കേരളത്തിന്റെ ഈ പ്രതിസന്ധി ഘട്ടത്തെ സംബന്ധിച്ച് പറഞ്ഞ് പരിഹസിക്കുകയും അവർ പുച്ഛിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ വ്യക്തമാണ്. എന്തായാലും പ്രതികരിച്ചതിന് നന്ദി ശ്രീ MP രാജേഷ് MP. എങ്ങനെ പുനർനിർമ്മാണം അട്ടിമറിക്കാം എന്നാണ് കേന്ദ്രം ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. ഇപ്പോൾ ഭാസുരേന്ദ്ര ബാബു കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, വ്യോമസേന 102.6 കോടിയുടെ ബിൽ ഇട്ടിരിക്കുന്നു ജനങ്ങളെ രക്ഷിച്ചതിനും ഒപ്പം തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തിയതിനും. ഇനി നാവികസേനയുടെ ബില്ലുകൂടി വരാനുണ്ട് എന്ന് പ്രതിരോധ സഹമന്ത്രി രാജ്യസഭയിൽ വ്യക്തമാക്കിയിരിക്കുന്നു. എങ്ങനെ കാണാനാകുന്നു ഈ കേന്ദ്രത്തിന്റെ നടപടി? കേന്ദ്രത്തിന്റെ ഇപ്പോഴുള്ള സമീപനത്തിന്റെ പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ അത്ഭുതത്തിന് അവകാശമില്ല. കാരണം രണ്ടു തരം പൗരന്മാരെ സൃഷ്ടിക്കുന്ന രീതിയാണല്ലോ മോദി സർക്കാർ ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ആളുകൾ, അതായത് ഹിന്ദു രാഷ്ട്രീയത്തിന്റെ ആളുകളും അങ്ങനെയല്ലാത്ത ആളുകളും. അതേമാതിരി തന്നെ രണ്ടു തരം സംസ്ഥാനങ്ങളെയും അത് സൃഷ്ടിക്കുന്നുണ്ട്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളും BJPയെ എതിർക്കുന്നവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളും. കേരളം BJPയെ എതിർത്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നിലപാടുള്ള ആളുകൾ ഭരിക്കുന്ന സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സംസ്ഥാനങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല എന്ന നിലപാട്, അത്തരം എന്താ പറയാ, വളരെ വളരെ കൃത്യമായി രാഷ്ട്രീയമായി മാത്രം കാണുന്ന ഒരു രീതി, വളരെ വിഭാഗീയമായ ഒരു രീതി, അതാണ് നരേന്ദ്രമോദി പൊതുവെ പിന്തുടർന്ന് കാണുന്നത്. അത്തരം ഒരു രീതിയുടെ പ്രകാശനമാണിത്. നോക്കൂ, പ്രളയം പോലെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ എപ്രകാരമാണ് പിന്നെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനം, അതൊക്കെ കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തത്തിലുള്ള കാര്യങ്ങളാണ് ഏറിയ കൂറും. അത്തരം കാര്യങ്ങളിൽ പെട്ടെന്ന് അവർ ഇടപെടുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നത് സഹജവും സ്വാഭാവികവും ഉത്തരവാദിത്വ നിർവഹണവുമാണ്. അത്തരം കാര്യങ്ങളിൽ അത്തരം ഈ വിഭാഗങ്ങൾ ബില്ല് അവതരിപ്പിക്കുന്നതും സ്വാഭാവികമാണ്. നമുക്കറിയാവുന്നത് മാതിരി ഇപ്പം പ്രളയ ദുരന്ത നിവാരണങ്ങൾക്ക് ഡിപ്ലോയ് ചെയ്യപ്പെടുന്ന വിഭാഗങ്ങൾ അതിന്റെ ചെലവുകൾ, ബില്ലുകളൊക്കെ അവതരിപ്പിക്കും. അങ്ങനെ വരുമ്പം അതിന്റെ ഫണ്ടിൽ നിന്ന് തന്നെ കേന്ദ്ര സർക്കാരാണ് അതിനെയൊക്കെ അതൊക്കെ
കൈകാര്യം ചെയ്യുന്നത്. അല്ലാതെ സംസ്ഥാനത്തിന്റെ വകുപ്പിലേക്ക് അത് എഴുതി വെക്കാറില്ല. അത് മാത്രമല്ല, സംസ്ഥാനങ്ങൾക്ക് തരുന്ന ഫണ്ടിൽ നിന്ന് അത് വസൂലാക്കാറുമില്ല. ഇതൊക്കെ ചെയ്യുന്നൊരു മാനുഷികമായ പരിഗണന വെച്ചാണ്. എന്നാൽ ഇവിടെ എന്താ ചെയ്യുന്നത്? പ്രളയ ആശ്വാസവുമായി ബന്ധിപ്പിച്ച്, പ്രളയത്തെ നേരിടുന്നതുമായി ബന്ധിപ്പിച്ച് ഉണ്ടായ ചെലവുകൾ, ആ ചെലവുകൾ, ഇപ്പോൾ ഹെലികോപ്റ്റർ വന്ന ആളുകളെ രക്ഷപ്പെടുത്തിയതിന്റെ ചിലവുകൾ, ആ ചിലവുകളൊക്കെ ഈ സഹായത്തിലേക്ക് എഴുതി തള്ളുന്ന രീതി സ്വീകരിക്കുന്നത് വഴി നമ്മുടെ പ്രളയാനന്തര ദുരന്ത ഈ പുനർനിർമ്മാണ പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കുന്ന ഒരു രീതിയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ളത്. കേന്ദ്രത്തിന്റെ പൊതുവായ സമീപനത്തിന്റെ ഒരു പ്രകാശനം മാത്രമാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനോട് പ്രതിഷേധിക്കാമെന്നല്ലാതെ നമുക്ക് പരിമിതികളുണ്ട്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ കാര്യത്തിൽ പരിമിതികളുണ്ട്. ആ പരിമിതികൾ നിലനിർത്തിക്കൊണ്ട് നമുക്ക് പ്രതിഷേധിക്കാം. പിന്നെ ആകെ നമുക്ക് പറയാൻ കഴിയുന്ന ഈ കൂരിരുട്ടിലും കിട്ടുന്ന ഒരു ഭാഗ്യം അല്ലെങ്കിൽ ഒരു വെളിച്ചം എന്ന് പറയുന്നത് അധിക ദിവസങ്ങൾ ഈ സർക്കാർ ഇല്ല എന്നത് മാത്രം. അതുകൊണ്ട് സത്യത്തിൽ ഈ വാർത്തകൾ കേൾക്കുമ്പോൾ മലയാളി എടുക്കുന്ന ഒരു തീരുമാനമുണ്ടല്ലോ, എന്തായാലും ഇത്തരം സംഭവഗതികളിൽ ആവശ്യത്തിന് സഹായം തന്നില്ല എന്ന് മാത്രമല്ല, അനുവദിച്ച സഹായം പോലും വൈകിപ്പിക്കുന്ന രീതി, അവർ ആവശ്യപ്പെട്ട നിർദ്ദേശം അനുസരിച്ച് നടത്തിയ സഹായ അഭ്യർത്ഥന 4500 കോടി രൂപയുടെ അത് തന്നെ പൂർണ്ണമായും അനുവദിക്കാതിരിക്കുക, 31,000 കോടിയുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുടെ പദത്തിൽ നിൽക്കുന്ന സർക്കാർ അന്യതാ മറ്റ് കാര്യങ്ങളിൽ പണം കണ്ടെത്തേണ്ടി വരുന്ന ഒരു ശതമാനം സെസ്സൊക്കെ വർദ്ധിപ്പിച്ച് പണം കണ്ടെത്തേണ്ടി വരുന്ന ഒരവസ്ഥ. അത്തരം ഒരവസ്ഥയിൽ സംസ്ഥാനത്തെ സഹായിക്കാത്ത കേന്ദ്രത്തെ എന്ത് പാഠമാണ് പഠിപ്പിക്കേണ്ടത് എന്ന് മലയാളികൾ ചിന്തിക്കുക തന്നെ ചെയ്യും. അത്തരം ഒരു പ്രതിഷേധത്തിന്റെ സമയം കൂടിയാണ്. മലയാളികൾ എന്ത് തീരുമാനിക്കും എന്നതിനെ കുറിച്ച് ഗൗരവമായി ചിന്തിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത് നിൽക്കുന്ന ഈ സമയം. വിഭവ സമാഹരണം കേരളത്തിന്റെ സ്വന്തം നിലയിലേക്ക് മാത്രമായി ചുരുങ്ങുന്ന ഒരു സാഹചര്യം, കേന്ദ്രത്തിൽ നിന്ന് സഹായങ്ങൾ കുറയുന്ന ഒരു സാഹചര്യം കൂടിയാണ്. പ്രളയമുണ്ടായ സമയത്ത് അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് കേരളത്തിലേക്ക് ഒഴുകിയെത്തിയ വാഗ്ദാനങ്ങൾ ഒക്കെ തടയുന്ന സമീപനം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. പിന്നീട് കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് ചെന്ന് സഹായങ്ങൾ തേടാനുള്ള അവസരങ്ങൾ പോലും നിഷേധിക്കുന്ന സമീപനവും ഉണ്ടായി. പുനർനിർമ്മാണം എന്ന വലിയ ഒരാശയം, നവകേരള നിർമ്മാണം എന്ന വലിയ ആശയം സംസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്ന്, സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് തന്നെ മുന്നോട്ട് വെക്കുമ്പോൾ അതിനെ എങ്ങനെ തകിടം മറിക്കാം എന്നുള്ള ഒരു സമീപനം തുടരുന്നത് തെരഞ്ഞെടുപ്പിൽ കേരളം എന്തു ചെയ്തു, കേരളത്തിൻ്റെത് പൊള്ളയായ വാഗ്ദാനം മാത്രമായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടി വോട്ട് തേടാനുള്ള ഒരു തന്ത്രമായി തന്നെയാണ് കേന്ദ്രം അങ്ങനെ ഒരു ആയുധമാക്കുന്നു പ്രളയത്തെ എന്ന് തന്നെ ചിന്തിക്കേണ്ടതല്ലേ? അങ്ങനെ തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. എങ്ങനെയാന്ന് വെച്ചാല് ഇപ്പൊ നോക്കൂ, ഈ സർക്കാർ ഇങ്ങനെയൊക്കെയുള്ള സമീപനങ്ങളെ സ്വീകരിക്കുകയുള്ളൂ. അവർക്ക് താല്പര്യമുള്ള ഹിതമോ ആയിരിക്കുന്ന സംസ്ഥാനങ്ങളെ മാത്രം സഹായിക്കുക, മറ്റ് സംസ്ഥാനങ്ങളെ ശത്രു പ്രദേശം എന്ന മാതിരി കൈകാര്യം ചെയ്യുക, അവരെ ബുദ്ധിമുട്ടി വെള്ളത്തിലാക്കുന്ന ഒരു രീതി. ആ രീതി എത്രയോ നാളുകൊണ്ട് സ്വീകരിക്കുന്നു ഈ കേന്ദ്ര സർക്കാർ. ഈ കേന്ദ്ര സർക്കാരിന്റെ ഈ സമീപനം സംസ്ഥാനങ്ങളോടുള്ള ഒരു വലിയ യുദ്ധപ്രഖ്യാപനം മാതിരി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ സർക്കാരിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ താങ്കൾ സൂചിപ്പിച്ചത് മാതിരി തെരഞ്ഞെടുപ്പാണ് വരുന്നത്. ഈ സർക്കാരിനെ മാറ്റുക എന്ന ദൃഢവ്രതത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഈ സമീപനം, ഹെലികോപ്റ്റർ അയച്ചപ്പം അതിനുള്ള ഈ ചിലവ് പോലും ഈ ജനതയിൽ തന്നെ ഈടാക്കണമെന്ന് നിർബന്ധിക്കുന്ന സമീപനം, അതിനെതിരെയൊക്കെ ആളുകൾ പ്രതികരിക്കും. അതുവഴി ഒരു സർക്കാർ മാറും. വരുന്ന സർക്കാരിൽ നമുക്ക് നീതി പ്രതീക്ഷിക്കാം. ആ നിലയ്ക്കുള്ള ഒരു മാറ്റത്തിന്റെ അന്തരാള ഘട്ടത്തിലാണ് നാം ഇപ്പോൾ. അതുകൊണ്ട് ഇതും ചെയ്യും, ഇതിലപ്പുറവും ചെയ്യും നരേന്ദ്രമോദിയുടെ ആഭിമുഖ്യത്തിലുള്ള വ്യക്തമാണ്. വാസുദേവൻ ബാബു ഈ അവസരത്തിൽ പ്രതികരിച്ചതിന് താങ്കളുടെ അഭിപ്രായത്തോട് യോജിക്കുന്ന നിലപാട് തന്നെയായിരിക്കും ഇപ്പൊ ജേക്കബ് ജോർജിനും ഉള്ളത് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹവും ടെലിഫോണിൽ ശരിയാണ്. ശ്രീ ജേക്കബ് ജോർജ്, കണക്ക് പറഞ്ഞ് കേന്ദ്രം എത്തിയിരിക്കുന്നു. പ്രളയ സമയത്ത് ജനങ്ങളെ രക്ഷിച്ചതിനും ഒപ്പം തന്നെ മറ്റ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തിയതിനും വ്യോമസേന ബില്ലിട്ടിരിക്കുന്നു. നാവികസേനയുടെ ബില്ല് കൂടി വരാനുണ്ട്. ഇത്തരം ആരോപണങ്ങൾ നേരത്തെ കേന്ദ്രത്തിനെതിരെ ഉയർന്നതാണ്. ഇരട്ടത്താപ്പ് സ്വീകരിക്കുന്നു, കേരളത്തെ അവഗണിക്കുന്നു എന്ന വാർത്തകൾ പല കോണിൽ നിന്ന് ഉയരുന്നതാണ്. ഇത് രാജ്യസഭയിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി തന്നെ ഈ ബില്ലിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നു. നേരത്തെ പ്രളയ സമയത്ത് നൽകിയ റേഷന് പോലും ബില്ലിട്ട ഒരു സർക്കാർ ഇപ്പോൾ ജനങ്ങളെ രക്ഷിച്ചതിന്റെ ബില്ലിന്റെ കണക്ക് കൂടി സഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. എങ്ങനെ കാണാനാകുന്നു?
ഹലോ, ഓക്കെ. ജേക്കബ് തോമസ് കേൾക്കുന്നുണ്ടോ? യെസ്, സന്തോഷിലേക്ക് തന്നെ പോവുകയാണ് ദില്ലിയിൽ. സന്തോഷ്, കേന്ദ്ര പ്രതിരോധ മന്ത്രി എന്തൊക്കെ കാര്യങ്ങളാണ് അനുബന്ധമായി ഈ സഭയിൽ ഈ സഹായവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്? ജോർജറ്റ്, ഇന്നലെയാണ് രാജ്യസഭയിൽ ഈ ചോദ്യത്തിന് ഉത്തരമായി രേഖാമൂലം പ്രതിരോധ സഹമന്ത്രി സുഭാഷ് ബ്രഹ്മരെ ഈ വിഷയം വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ കൃത്യമായ ചെലവുകളെല്ലാം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സ്ക്രൂട്ടിനി ചെയ്തിട്ടുണ്ട്. അത് ചെയ്ത പ്രകാരം സംസ്ഥാന സർക്കാരിന് അയച്ചു നൽകിയിട്ടുണ്ട്. അതിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എയർഫോഴ്സിന്റെയാണ്. എയർഫോഴ്സിന് നിലവിൽ ചെലവായിരിക്കുന്നത് 102.6 കോടി രൂപ. അതിന്റെ ചിലവുകൾ എങ്ങനെയാണ് എന്ന് കൃത്യമായി തന്നെ ഈ പറയുന്നുണ്ട്. അത് നൽകിയിരിക്കുന്ന ബില്ലിൽ അത് കുറച്ചുകൂടി വിശദീകരിക്കുന്നുണ്ട്. രാജ്യസഭയിൽ വച്ചതിൽ പറയുന്നത് വിമാനങ്ങൾ എത്ര തവണ ഉയർന്നു പൊങ്ങി, ഹെലികോപ്റ്ററുകൾ എത്ര തവണ എയർലിഫ്റ്റ് ചെയ്യേണ്ടി വന്നു, എത്ര ടൺ സാധനങ്ങൾ കൈകാര്യം ചെയ്തു, എത്ര പേരെ രക്ഷിച്ചു തുടങ്ങിയ പരിമിതമായ കണക്കുകളാണ് ഇപ്പോൾ രാജ്യസഭയിൽ വച്ചിരിക്കുന്നത്. ഇതിന്റെ വിശദമായ കണക്കുകൾ സംസ്ഥാന സർക്കാരിൽ നൽകിയിരിക്കുന്ന ബില്ലിലുണ്ട് എന്ന് പറയുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ അദ്ദേഹം ചേർത്തിരിക്കുന്ന അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നേവിയുടെ ബില്ലും തയ്യാറാക്കി വരുന്നുണ്ട് എന്നാണ്. അതും പരിശോധിച്ചതിന് ശേഷം സംസ്ഥാന സർക്കാരിന് നൽകും എന്നതാണ്. നമുക്കറിയാം, എയർഫോഴ്സിനേക്കാൾ കൂടുതൽ ഈ പ്രളയ ദുരന്ത സമയത്ത് കേരളത്തിന് സഹായമായത് നേവിയുടെ സഹായമാണ്. നേവിയാണ് ഏറെ പേരെ രക്ഷിക്കുകയൊക്കെ ചെയ്തത്. രാവും പകലുമില്ലാതെ അവർ നമ്മളോടൊപ്പം പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും എയർഫോഴ്സിനേക്കാൾ ഏറെ കൂടുതൽ ബിൽ നേവിയുടേത് ഉണ്ടാകും എന്ന് വ്യക്തം. അങ്ങനെയെങ്കിൽ ആ തുകയുടെ കണക്കുകൾ കൂടി വരുമ്പോൾ കേരളത്തിന് അതൊരു അധിക ഭാരമേ ആവുകയുള്ളൂ. അധിക ഭാരത്തിന്റെ കണക്കുകൾ തന്നെയാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി അവതരിപ്പിച്ചത്. സന്തോഷ്, ഇപ്പോൾ മാധ്യമ പ്രവർത്തനായ ജേക്കബ് തോമസ് കൂടി നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുകയാണ്. ക്ഷമിക്കണം, ടെലിഫോൺ ബന്ധത്തിൽ പിന്നെയും തടസ്സം നേരിട്ടിരിക്കുന്നു. എന്തായാലും കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി രാജ്യസഭയിൽ കേരളത്തിന് പ്രളയ സമയത്ത് നൽകിയ വ്യോമസേനയുടെ സേവനങ്ങളുടെ കണക്ക് അവതരിപ്പിച്ചിരിക്കുന്നു, ബില്ലിട്ടിരിക്കുന്നു. 102.6 കോടി രൂപ കേരളത്തിന് ബില്ലിട്ടിരിക്കുന്നു. നാവികസേനയുടെ ബില്ല് കൂടി വരാനുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ദില്ലിയിൽ നിന്ന് സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. നിയമസഭാ സമ്മേളനം പുരോഗമിക്കുന്നു. തത്സമയം വേണ്ടി ഇതിന്റെ ഭാഗമായി തന്നെ ഗവൺമെന്റ് തീരുമാനമെടുത്തിട്ടുണ്ട്. ശ്രീ തിരുവഞ്ചൂർ സാർ, ഇവിടെ ഉൽപ്പാദന വർധനവിന് വേണ്ടി ഗവൺമെൻറ് ഒത്തിരി പ്രോത്സാഹനം കൊടുക്കുന്നു, അതിനുവേണ്ടിയുള്ള ആഹ്വാനം ഉണ്ടാകുന്നു, ഉൽപ്പാദന വർധന ഉണ്ടാവുകയും ചെയ്യുന്നു. സാർ, ഇപ്പോൾ ഇതുപോലുള്ള ചില ഉൽപ്പാദന വർധനവ് വരുമ്പോൾ താരോട്ട് പോവുകയാണ്. സാർ, ഇപ്പോൾ നാളികേരത്തിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞു, പക്ഷെ നാളികേരത്തിന് വില കൂടി. കുരുമുളക് ഉൽപ്പാദനം കൂടി പക്ഷെ വില കുറഞ്ഞു. സാർ, ഇങ്ങനെ വരുന്ന കോൺട്രഡിക്ഷൻസ് ഉണ്ട്. ആ കോൺട്രഡിക്ഷൻസ് മാറ്റണമെങ്കിൽ സപ്പോർട്ട് പ്രൈസ്, ഒരു ബെഞ്ച് മാർക്ക് തീരുമാനിച്ച് ഒരു സപ്പോർട്ട് പ്രൈസ് കൊടുക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് തയ്യാറാവണം. ഇപ്പോൾ റബ്ബറിന് വിലസ്ഥിരതാ ഫണ്ട് അതിന് ബജറ്റിൽ ഒരു തുക വെച്ചിട്ടുണ്ട്. പരിമിതമാണ് എന്ന് വരികിൽ പോലും അതൊരു പ്രിൻസിപ്പിൾ എന്നുള്ള നിലയിൽ ഗവൺമെൻറ് അംഗീകരിച്ചു. സാർ, ആ തത്വം നമ്മളുടെ മറ്റ് വിളകൾക്ക് കൂടി വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ബെഞ്ച് മാർക്ക് തീരുമാനിച്ച് അതിനേക്കാൾ താഴെ പോവുകയാണെങ്കിൽ വിലസ്ഥിരത ഫണ്ട് ഏർപ്പെടുത്തി നമ്മുടെ കേരളത്തിലെ കർഷകരെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുക്കുമോ? സർ, ഇപ്പോൾ തന്നെ നമ്മൾ പല വിളകൾക്കും കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ട് ഞാൻ നാളികേരത്തിന്റെ കാര്യം പറഞ്ഞു. അവർ കൊപ്രയ്ക്ക് മാത്രമാണ് വിലസ്ഥിര ഈ പറയുന്ന മിനിമം സപ്പോർട്ട് പ്രൈസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മിനിമം സപ്പോർട്ട് പ്രൈസ് പിന്നെ പച്ചത്തായക്ക് കൂടി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞിട്ട് അവർ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടില്ല. സംസ്ഥാന ഗവൺമെന്റ് പച്ചത്തായക്ക് 27 രൂപ എന്ന ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ് കഴിഞ്ഞതിന് മുമ്പത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. നെല്ലിന്റെ താങ്ങുവില 17 രൂപ 70 പൈസയാണ് കേന്ദ്ര ഗവൺമെന്റ് താങ്ങുവിലയെങ്കിൽ പ്രൊഡക്ഷൻ ഇൻസെന്റീവ് എന്ന നിലയിൽ 8 രൂപയും കൂടി കൊടുത്ത് 25 രൂപ 30 പൈസയ്ക്ക് നമ്മൾ സംഭരിച്ച് വരുന്നുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പൈനാപ്പിളിന്റെ കാര്യം പറയുണ്ടായി. അങ്ങനെ മിനിമം സപ്പോർട്ട് പ്രൈസ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കാത്ത പല വിളകളിലും നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുരുമുളകിന്റെ കാര്യത്തിൽ മിനിമം ഇമ്പോർട്ട് പ്രൈസ് 500 രൂപയ്ക്ക് മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിൽ നമ്മൾ കത്തയക്കുകയും കേന്ദ്ര ഗവൺമെന്റ് മിനിമം ഇമ്പോർട്ട് പ്രൈസ് 500 രൂപയ്ക്ക് പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ മിനിമം ഇമ്പോർട്ട് പ്രൈസ് 500 രൂപയായിട്ട് പ്രഖ്യാപിച്ചിട്ട് പോലും നമ്മുടെ കുരുമുളകിന്റെ വില പിടിച്ചു നിർത്താൻ കഴിയാത്ത വിധത്തിലുള്ള ചോർച്ച അവിടെ നയത്തിലുണ്ടായിട്ടുണ്ട്.
അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമ്മുടെ വിലത്തകർച്ചയുടെ ഭാഗമായിട്ടുണ്ട്. എല്ലാ വിളകൾക്കും മിനിമം സപ്പോർട്ട് പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നയപരമായ ഒരു വിഷയമാണ്. അത് ഗവൺമെന്റ് ചർച്ച ചെയ്ത ശേഷം മാത്രമേ അതിനെപ്പറ്റി ഒരു അന്തിമമായ മറുപടി പറയാൻ കഴിയുള്ളൂ. സാർ, ചോദ്യം നമ്പർ 123 ശ്രീ UR പ്രദീപ്, ബഹുമാനപ്പെട്ട തദ്ദേശ വകുപ്പ് മന്ത്രി. സർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ 2018-19 വാർഷിക പദ്ധതി പുരോഗതി റിപ്പോർട്ട് ചുവടെ ചേർക്കുക. ഗ്രാമപഞ്ചായത്ത് 65.77%, ബ്ലോക്ക് പഞ്ചായത്ത് 66.32%, ജില്ലാ പഞ്ചായത്ത് 54.86%, മുനിസിപ്പാലിറ്റി 53.13%, കോർപ്പറേഷൻ 43.76%, ആവറേജ് 60.34. പൊതുവിഭാഗത്തിൽ SCPയും TSPയുടെയും ചെലവ് ജനറൽ 66.54, SCP 55.59, TSP 52.91%. പദ്ധതി നിർവഹണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി തദ്ദേശ സ്ഥാപനങ്ങളുടെ 19-20 വാർഷിക പദ്ധതി ഡിസംബർ 30 സമർപ്പിക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 1200-ൽ 1181 തദ്ദേശ സ്ഥാപനങ്ങൾ ഡിസംബർ 31 അടുത്ത വർഷത്തെ പദ്ധതി ജില്ലാ ആസൂത്രണ സമിതികൾക്ക് സമർപ്പിച്ചു. അവശേഷിച്ച 19 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ചെറുന്നിയൂർ, വെട്ടൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളും പാലക്കാട് മുനിസിപ്പാലിറ്റിയും ഒഴികെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 2019 ജനുവരി മാസം വാർഷിക പദ്ധതികൾ ജില്ലാ ആസൂത്രണ സമിതികൾക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ഉണ്ട്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി ആസൂത്രണത്തിൽ നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി സർക്കാർ പ്രഖ്യാപിച്ച 4 വികസന മിഷനുകളുമായി ബന്ധപ്പെട്ട പദ്ധതികൾ തയ്യാറാക്കുന്നതിന് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടേത് 29/2012 സർക്കാർ ഉത്തരവും മുനിസിപ്പൽ കോർപ്പറേഷനുകളുടെ 2/2015 സർക്കാർ ഉത്തരവും പ്രകാരം ഖണ്ഡിക 7 പ്രകാരം നൽകിയിട്ടുണ്ട്. മേൽ ഉത്തരവ് പ്രകാരം നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി സർക്കാർ പ്രഖ്യാപിച്ച 4 വികസന മിഷനുകളുടെ കാര്യക്ഷമമായ നിർവഹണത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതിയിൽ മുൻഗണന നൽകിയിട്ടുണ്ട്. ആയതിൽ ലൈഫ് ഭവന പദ്ധതി പൂർണ്ണമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നടപ്പാക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ ആരോഗ്യ പ്രൊജക്ടുകൾ ആർദ്രം മിഷനുമായി സമന്വയിപ്പിച്ചാണ് നടപ്പാക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ വിദ്യാഭ്യാസ പ്രൊജക്ടുകൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിനും മാർഗരേഖയിൽ നിർദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തി നടപ്പാക്കുന്നതിന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഹരിത കേരള മിഷന്റെ ഉപമിഷനുകളിൽ ഒന്നായ ശുചിത്വ മാലിന്യ സംസ്കരണം ഗ്രാമപഞ്ചായത്തുകളുടെ അനിവാര്യമായ ചുമതലയാണ്. കൃഷിയും ജലസംരക്ഷണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേഖലാ ചുമതലകളിൽ വരുന്നവയുമാണ്. ആയതിനാൽ ഹരിത കേരള മിഷന്റെ ലക്ഷ്യം കൈവരിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖ്യ പങ്കുണ്ട്. 14 ജില്ലകളിലെയും ജില്ലാ പദ്ധതികൾ വിദഗ്ധരും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം പരിശോധിച്ച് അവ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പരിഷ്കരിച്ച് പുനർസമർപ്പിച്ച ജില്ലാ പദ്ധതികൾക്ക് സംസ്ഥാന വികസന കൗൺസിൽ അംഗീകാരം നൽകിയിട്ടുണ്ട്. ജില്ലാ പദ്ധതിയിലെ കീഴ്ത്തട്ട് നിർദ്ദേശങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവയുടെ 19-20 വാർഷിക പദ്ധതിക്ക് രൂപം നൽകിയിട്ടുള്ളത്. പ്രളയ ദുരന്തത്തിന്റെ അടിസ്ഥാനത്തിൽ 18-19 വർഷത്തെ പദ്ധതിയിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തുന്ന നിർദ്ദേശങ്ങൾ 23/8/2018 സർക്കാർ ഉത്തരവ് പ്രകാരവും ഉത്തരവായി പുറപ്പെടുവിച്ചിട്ടുണ്ട്. കൂടാതെ പ്രളയക്കെടുതിയുടെ പ്രത്യേക പശ്ചാത്തലത്തിൽ മൃഗപരിപാലന മേഖലയുമായി ബന്ധപ്പെട്ട് പശുക്കളെ വാങ്ങി നൽകുന്ന പ്രൊജക്ടുകൾക്ക് മുൻഗണന നൽകാനും ഇൻഷുറൻസ് പരിരക്ഷയുള്ള കന്നുകാലികൾ നശിച്ചുപോയിട്ടുണ്ടെങ്കിൽ അവിടെ ഇൻഷുറൻസ് തുക വാങ്ങി നൽകാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വെറ്റിനറി ഡോക്ടർമാരും പ്രത്യേക ഇടപെടൽ നടത്തണമെന്നും 17/9/18 സർക്കുലർ പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ 2019-20 വാർഷിക പദ്ധതി രൂപീകരണത്തിലും മഹാപ്രളയം നൽകിയ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പുതിയ കേരളം എന്ന ലക്ഷ്യം നേടിയെടുക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ജൈവ വൈവിധ്യ മാനേജ്മെന്റ്, കാലാവസ്ഥാ വ്യതിയാനം, പരിസ്ഥിതി സംരക്ഷണം, ദുരന്ത നിവാരണം എന്നീ മേഖലയ്ക്ക് ഒരു പ്രത്യേക വർക്കിംഗ് ഗ്രൂപ്പ് നിർബന്ധമായും രൂപീകരിക്കാനും നിഷ്കർഷിച്ചിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ 23/10/2018 തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഉത്തരവായി നൽകിയിട്ടുണ്ട്. പ്രളയത്തിൽ ജീവനോപാധികൾ നഷ്ടപ്പെട്ടവരെ ഉപജീവനം ഉറപ്പാക്കാനുള്ള വിശദമായ പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ 19-20 വാർഷിക പദ്ധതിയുടെ ഭാഗമായി തയ്യാറാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് അതിഗംഭീരമായ പ്രളയം ബാധിച്ചപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ ചെലവ് 50% കൂടുതൽ നടത്താൻ വേണ്ടി ഇടപെടാൻ വേണ്ടി സർക്കാരും അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിയും നല്ല ഇടപെടൽ നടത്തിയിട്ട് അതിന് പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. സാർ, എൻ്റെ ചോദ്യം, ഇവിടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രദേശങ്ങളിൽ അറവ് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് പൊതുസ്ഥലത്ത് നിക്ഷേപിക്കുന്നത് വലിയ ശല്യമായി മാറിയിട്ടുണ്ട്. ഇതിനെ തടയാൻ വേണ്ടി ഗ്രാമപഞ്ചായത്തുകൾ CCTV ക്യാമറകൾ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമം നടത്തുമ്പോൾ അതിന് ഡെപ്പോസിറ്റ് വർക്കായി ഇതിൻ്റെ പണം നിക്ഷേപിക്കാൻ വേണ്ടി പദ്ധതി അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ ആകെ ഇവിടെ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന 2 സ്ഥാപനങ്ങൾ മാത്രമാണ്. ഒന്ന് PWD KCBയും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിക്ക് മാത്രമാണ് സ്വീകരിക്കാനുള്ള ഒരു സംവിധാനമുള്ളൂ.
എന്നാൽ PWD ഇലക്ട്രോണിക് വിങ്ങിന് ഇത്തരം സംവിധാനങ്ങളില്ല. അതിനൊരു സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കാൻ കഴിയുമോ എന്നതാണ് എൻ്റെ ചോദ്യം. ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇങ്ങനെ ചില പഞ്ചായത്തുകളിൽ നിന്ന് ആവശ്യം വന്നിട്ടുണ്ട്. ഈ കാര്യം അംഗീകാരം നൽകുന്ന കാര്യം പരിശോധിക്കുന്നതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഒരുപാട് ഗ്രാമപഞ്ചായത്തുകൾ ഭൂമിശാസ്ത്രപരമായി വലിയ ഏരിയ ഉള്ളതുകൊണ്ട് വിഭജനം നടത്തിത്തരണമെന്ന് ആവശ്യമുണ്ട്. അതിനെ സംബന്ധിച്ച് നമ്മുടെ ഗവൺമെൻറ് എന്തെങ്കിലും ആലോചന നടത്തിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് എൻ്റെ മണ്ഡലത്തിലും ഇത്തരത്തിലൊരു വിഷയമുണ്ട്. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ എളനാട് പ്രദേശം ഒരു അറ്റത്ത് നിന്ന് ഗ്രാമപഞ്ചായത്തിലേക്ക് എത്തണമെങ്കിൽ ഏതാണ്ട് 16 കിലോമീറ്റർ 2 ബസ് മാറി കയറി വരേണ്ട ഒരു അവസ്ഥ. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ സർക്കാർ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊന്ന് അറിയാൻ ഉള്ളതാണ്.